എല്ലാ കൂട്ടുകാർക്കും ഈസി സാൻസ്ക്രിറ്റ് ലേണിംഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസ്കൃതം 6ാം ക്ലാസ്സിലെ ഓണപരീക്ഷയ്ക്ക് കഴിഞ്ഞ വർഷം ഓണപരീക്ഷയ്ക്ക് ഉണ്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. ഒന്നാമത്തെ പ്രവർത്തനം ആശയം പഠിത്വ കേരളദേശമധികൃത്യ കവിതാം രചയതു. മദീയദേശഃ കേരളദേശഃ ഭവതി. അസ്യ ദേശസ്യ സംസ്കാരः പുണ്യം പുരാതനः ച ഭവതി. മനോഹരദേശः പ്രകൃതിരമണീയः ച ഭവതി കേരളദേശः. ഉദാഹരണമായിട്ട് 4 ലൈൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഭാരതദേശോ മാമകദേശഃ സുന്ദരദേശോയം പുണ്യപുരാതന സംസ്കൃതിധാര പ്രവഹത്യനവരതം. ഇവിടെ ഡാഷ് ഇട്ട സ്ഥലങ്ങളിൽ മുകളിൽ തന്നിട്ടുള്ള ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട് ഈ കവിത പൂരിപ്പിക്കുക. പ്രവർത്തനം 1 വരുന്ന രണ്ടാമത്തെ ഒരു ചോദ്യം ഉദാഹരണാനുസാരം ലിഖതു. ഇവിടെ തന്നിട്ടുള്ള ഉദാഹരണം ക്രൗര്യം എന്നാണ്. ക്രൂരസ്യ ഭാവഃ. അതേപോലെ ശൗര്യം എന്നുള്ളത് എഴുതുക. ഉത്തരമായിട്ട് വേണ്ടത് ശൂരസ്യ ഭാവഃ ശൗര്യം. രണ്ടാമത്തെ പ്രവർത്തനമാണ് ദിനചര്യാം പഠിത്വ ഉദാഹരണാനുസാരം പട്ടികാം കരോതു. ജോസഫ് തോമസ് ച മിത്രേ സ്തഃ. ജോസഫ് പ്രതിദിനം ദന്തധാവനം കരോതി. അനന്തരം വ്യായാമം കരോതി. തോമസ് പ്രതിദിനം സ്നാനം ന കരോതി. സഹ മാലിന്യാനി മാർഗേ നിക്ഷിപതി. തോമസ് ഹസ്തപ്രക്ഷാളനം കൃത്വാ ഭോജനം കരോതി. ജോസഫ് ശുദ്ധം വസ്ത്രം ധരതി. സഹ കദാചിത് അനാവൃതം ഭക്ഷണം ഖാദതി. ഉത്തരമായിട്ട് എഴുതേണ്ടത് ഉചിതവും അനുചിതവും ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വേർതിരിച്ച് എഴുതാണ് വേണ്ടത്. ഉദാഹരണമായിട്ട് ഉചിതം എന്നതിൽ ദന്തധാവനം കരോതി എന്ന് എഴുതിയിട്ടുണ്ട്. അനുചിതം എന്നതിൽ അനാവൃതം ഭക്ഷണം ഖാദതി. അതുപോലെ ഈ പാരഗ്രാഫിൽ തന്നിട്ടുള്ള ഉചിതമായ കാര്യങ്ങൾ ഉചിതം എന്നതിലും അനുചിതമായിട്ടുള്ള കാര്യങ്ങൾ അനുചിതം എന്ന ഹെഡിങ്ങിൻ്റെ താഴെയും എഴുതുക. വ്യായാമം കരോതി എന്നത് ഏതിലാണ് വരിക? ഉചിതം എന്നുള്ളതിൽ എഴുതാവുന്നതാണ്. സ്നാനം ന കരോതി എന്നുള്ളത് അനുചിതം എന്നതിലാണ് എഴുതേണ്ടത്. അടുത്തത് മാലിന്യാനി മാർഗേ നിക്ഷിപതി. മാലിന്യങ്ങൾ വഴിയിൽ നിക്ഷേപിക്കുന്നത് ഏതിലാണ് വരിക? അനുചിതം. ഹസ്തപ്രക്ഷാളനം കൃത്വ ഭോജനം കരോതി. കൈ കഴുകിയതിന് ശേഷം ഭക്ഷണം കഴിക്കുന്നത് ഏതിലാണ് വരിക? ഉചിതം എന്നുള്ളതിലാണ് എഴുതേണ്ടത്. ശുദ്ധം വസ്ത്രം ധരതി എന്നുള്ളത് നല്ല ശുദ്ധമായ വസ്ത്രം ധരിക്കുന്നത് ഉചിതം എന്നതിലാണ് എഴുതേണ്ടത്. അനാവൃതം ഭക്ഷണം ഖാദതി എന്നുള്ളത് അനുചിതത്തിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. മൂന്നാമത്തെ പ്രവർത്തനമാണ് കഥാംശം പഠിത്വ സൂചനാനുസാരം ലിഖതു. ഗ്രാമമുഖ്യഃ ഗ്രാമീണാൻ ഏവം അവദത്. ഭോ ദേശസ്യ ഏഷാ ദുർദശ. ഭവന്തഃ ഏകൈകം യുവാനം ദേശരക്ഷാർത്ഥം പ്രേക്ഷയന്തു ഇതി. ശ്രുത്വൈതത് നന്ദിനി ദേവി ജ്യേഷ്ഠം പുത്രം പ്രൈഷയത്. പുനരപി ആവശ്യകതാം ജ്ഞാത്വാ സാ ശിഷ്ടാൻ പുത്രാനപി പ്രേഷിതവതി. ഗ്രാമമുഖ്യസ്യ ഉദ്ബോധനം ശ്രുത്വാ സാ രോദിതം ആരഭത. ഏകാ താമുപഗമ്യ രോദനകാരണം അപൃച്ഛത്. ഇവിടെ ഉത്തരമായിട്ട് എഴുതേണ്ടത് ഉദാഹരണാനുസാരം ലിഖതു എന്ന് കണ്ടില്ലേ? അതേപോലെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. ഏവം പ്ലസ് അവദത് ഏവം അവദത് എന്നതാണ്. അതുപോലെ പുനഃ പ്ലസ് അഭി എന്നത് പുനരഭി എന്നാണ് എഴുതേണ്ടത്. ശ്രുത്വ ഏതത് എന്നത് ശ്രുത്വേതത്. താം പ്ലസ് ഉപഗമ്യ എന്നത് താം ഉപഗമ്യ എന്നാണ് എഴുതുക. രോദന കാരണം പ്ലസ് അപൃച്ഛത് എന്നത് രോദന കാരണം അപൃച്ഛത് എന്നാണ് എഴുതുക. ഇതേ ക്വസ്റ്റ്യനിൽ വരുന്ന ഒരു സബ് ക്വസ്റ്റ്യനാണ് ഏകപദം ലിഖതു. തന്നിട്ടുള്ളത് ദുഷ്ട ദശ എന്നതാണ്.
ഇതിൻ്റെ ഏകപദം എന്ന് പറയുന്നത് ദുർദശ എന്നാണ് ഉത്തരം വരുന്നത്. അടുത്ത പ്രവർത്തനം രേഖാങ്കിതാനാം പദാനാം സ്ഥാനെ കോഷ്ടകാത് ഉചിതം പദം ചിത്വ ഖണ്ഡികാം പരിവർത്തിയ ലിഖതു. ഇവിടെ ഈ പാരഗ്രാഫിൽ ചില സെൻറ്റൻസുകളുടെ അടിയിലായിട്ട് അടിവര ഇട്ടിട്ടുണ്ട്. അടിവര ഇട്ടിട്ടുള്ള വാക്കുകൾക്ക് പകരം ഉചിതമായ മറ്റൊരു പദം അവിടെ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് ബ്രാക്കറ്റിൽ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അടിവര ഇട്ട വാക്കുകൾക്ക് പകരം ഏതാണോ ശരി ഉത്തരം ഈ ബ്രാക്കറ്റിൽ നിന്നും ആ ഉത്തരം എടുത്ത് എഴുതിയാൽ മാത്രം മതി. നന്ദിനി ദേവി സ്വപരിവാരം യഥാവിധി അപാലയത് എന്നതാണ്. അപാലയത് എന്നതിൻ്റെ താഴെ അടിയിൽ വരയിട്ടിട്ടുണ്ട്. അതിന് പകരമായിട്ട് അവിടെ ഏത് വാക്കാണ് ഉപയോഗിക്കേണ്ടത്? പാലിതവതി എന്നതാണ് എഴുതി ചേർക്കേണ്ടത്. നന്ദിനി ദേവി ജ്യേഷ്ഠം പുത്രം പ്രൈഷയത്. പ്രൈഷയത് എന്നത് അടിവരയിട്ടിട്ടുണ്ട്. അപ്പോൾ പ്രൈഷയത് എന്നതിന് പകരം പ്രേഷിതവതി എന്നാണ് അവിടെ എഴുതേണ്ടത്. അടുത്തത് പുനരപി ഗ്രാമമുഖ്യഃ ഗ്രാമീണാൻ ഉദ്ബോധയത്. ഉദ്ബോധയത് എന്നതിന് അടിവരയിട്ടിട്ടുള്ളത് ആണ് അവിടെ ചേർക്കേണ്ടത്. ഉദ്ബോധിതവാൻ എന്നതാണ്. തത് ശ്രുത്വാ സാ രോദിതും ആരഭത. ഏകാ ഗ്രാമീണ താമുപഗമ്യ രോദനകാരണം അപൃച്ഛത്. അപൃച്ഛത് എന്നവിടെ പൃഷ്ടവതി എന്ന് കൊടുക്കാം. ദേശരക്ഷാ പരമോ ധർമ്മഃ ഇതി ദൃഢമനസാ സാ ന്യവേദയത്. ന്യവേദയത് എന്നതിന് പകരമായി നിവേദിതവതി എന്നാണ് ചേർക്കേണ്ടത്. അടുത്ത പ്രവർത്തനമാണ് ചിത്രാനുസാരം പാദടിപ്പണിം കോഷ്ടകാത് ചിത്വാ ലിഖതു. ഇവിടെ 5 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഈ ചിത്രങ്ങൾക്ക് താഴെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ള ശരിയായ വാക്ക് ഏതാണെന്ന് കണ്ടെത്തി എഴുതുകയാണ് വേണ്ടത്. 4ാമത്തെ ചിത്രത്തിൽ താഴെയായിട്ട് എഴുതേണ്ടത് വ്യായാമഃ ആരോഗ്യവർദ്ധനായ എന്നാണ്. 2 എന്ന നമ്പർ ഇട്ട ചിത്രത്തിന് താഴെ എഴുതേണ്ടത് വൃക്ഷാരോപണം പരിസ്ഥിതി സംരക്ഷണായ എന്നതാണ്. 3 എന്ന നമ്പർ ഇട്ട ചിത്രത്തിന് താഴെ എഴുതേണ്ടത് പുസ്തകവാചനം ജ്ഞാനവർദ്ധനായ എന്നാണ്. 4 എന്ന നമ്പറിൽ ഹിതം മിതം ച ഭോജനം ആരോഗ്യായ എന്നതാണ്. 5ാമത്തെ ചിത്രത്തിൻ്റെ താഴെ എഴുതേണ്ടത് സ്വച്ഛഃ വിദ്യാലയ പരിസരഃ. അടുത്തത് 6ാമത്തെ പ്രവർത്തനം ചിത്രാനുസാരം സമാനാശയ പങ്ക്തിം ചിത്വാ ലിഖതു. ഇവിടെ 3 തരത്തിലുള്ള ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത്. 3 ചിത്രങ്ങൾക്ക് താഴെയും 4 വരികളായിട്ട് ഡാഷ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിനനുസരിച്ചുള്ള 4 വരികൾ ഏതൊക്കെയാണെന്ന് ഈ ഓപ്ഷൻസിൽ നിന്നും കണ്ടെത്തി എഴുതുക. ആദ്യത്തെ ചിത്രത്തിന് യോജിച്ച 4 വരികളാണ് ഭിന്നോ വേഷോ ഭിന്നാ ഭാഷ ഭിന്നം രൂപമപി തഥാപി സർവേ ഭാരതദേശോ നിവസത്യേകമന. 2 എന്ന നമ്പർ ഇട്ട ചിത്രത്തിൽ എഴുതി കൊടുക്കേണ്ട വരികളാണ് ഭാരതദേശോ മാമകദേശഃ സുന്ദരദേശോയം. 3 എന്ന നമ്പർ ഇട്ട 4 വരികളിൽ എഴുതേണ്ടത് സ്നേഹസ്ത്യാഗഃ ശൗര്യം ധർമ്മേ ദാനം ഭൂതദയാ ഭാരതദേശോ ജീവനവിജയേ ഏതേഹ്യാധാര എന്നാണ്. വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് അടിക്കുകയും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അഭിപ്രായങ്ങൾ കമൻ്റ് ഇടാനും മറക്കല്ലേ.